നമസ്കാരം. വിന്യാസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് PSCയുടെ പുതിയ യോഗ തീരുമാന പ്രകാരം വിളിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് വിളിക്കാൻ സാധ്യതയുള്ള കുറച്ച് എക്സാമുകളെ കുറിച്ചാണ്. അപ്പോൾ ആ ഒരു യോഗ തീരുമാന പ്രകാരം ഒരു 34ഓളം ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് മാത്രമായിട്ട് 34ഓളം പോസ്റ്റുകളിലേക്ക് എക്സാം വരാനായിട്ട് പോകുന്നത്, നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുന്നതിന് വേണ്ടി, അതായത് മെക്കാനിക്കലാർക്ക് അതിൽ ഏതൊക്കെ പോസ്റ്റുകളിലാണ് സാധ്യത, ഏതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബിടെക് ഗ്രാജുവേറ്റ്സിന് ഏതൊക്കെയാണ് ഇനി ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന എക്സാംസ്, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ ആണെങ്കിലും നമുക്ക് പഠിച്ചു തുടങ്ങേണ്ട എക്സാംസ് ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്നത്. IEO നമ്മൾ ചുരുക്കപ്പേരിൽ പറയുന്ന ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. ഒരുപാട് സാലറി ബേസ് നോക്കിക്കഴിഞ്ഞാലും അതിന്റെ പോസ്റ്റിന്റെ ഒരു നോക്കിക്കഴിഞ്ഞാലും വളരെ ആകർഷകമായിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. അത് ഓൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകാർക്കും എഴുതാം. അപ്പൊ മെക്കാനിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ തുടങ്ങിയ എല്ലാ ബിടെക് ഗ്രാജുവേറ്റ്സിനും എഴുതാൻ പറ്റിയൊരു പോസ്റ്റാണ് IEO എന്ന് പറയുന്നത്. ഇതിനുവേണ്ടി മാത്രം ഒരു സെപ്പറേറ്റ് വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ മെക്കാനിക്കലുകാർക്ക് മാത്രമായിട്ട് സ്പെസിഫിക് ആയിട്ട് വരുന്ന പോസ്റ്റുകളാണ് ഗ്രേഡ് 1 ഇൻസ്ട്രക്ടർ ഇൻ എഞ്ചിനീയറിംഗ് കോളേജസ്. അതിപ്പോ ഈ മാസം തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ വരും. ദെൻ അതിനുശേഷം വരുന്നതാണ് കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക്. ഇതൊക്കെ ഈ പോസ്റ്റുകളാണ്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞതാണ്. അപ്പൊ നിങ്ങളൊക്കെ അത് അപ്ലൈ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോസ്റ്റുകളാണ് ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ, അതുപോലെ കേരള സെറാമിക്സ് ലിമിറ്റഡ്, ദെൻ ആഗ്രോ ഇൻഡസ്ട്രീസിലേക്ക്, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്ക്, ട്രാവൻകൂർ ടൈറ്റാൻ ലിമിറ്റഡിലേക്കുള്ള ലെവൽ പോസ്റ്റുകൾ. അപ്പോൾ ഇതെല്ലാം പഠിക്കാനായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇതിന്റെയൊക്കെ സിലബസ് ഒക്കെ കോമൺ ആയിട്ട് വരും. ചിലപ്പോൾ ഈ ആഗ്രോ മിഷണറിയൊക്കെ വരും, അല്ലെ ആഗ്രോ ഇൻഡസ്ട്രീസിലൊക്കെ വരുമ്പോൾ കുറച്ച് അഗ്രികൾച്ചർ പോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നല്ലാതെ ബാക്കി ഓൾമോസ്റ്റ് മെക്കാനിക്കലിന്റെ കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് നോക്കേണ്ട കുറച്ച് എക്സാമുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് വേക്കൻസി വൈസ് ആണെങ്കിലും അങ്ങനെ ഒരുമിച്ച് പഠിക്കാൻ സാധ്യത, അല്ലെങ്കിൽ ഒറ്റൊരു കോഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒറ്റൊരു പാക്കേജ് ആയിട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സാമുകളാണ് നമ്മൾ എടുത്തു പറയുന്നത്. നോക്കിയേ, ഫസ്റ്റ് ഒരു ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ആണ്. അത് ശരിക്കും പറഞ്ഞാൽ സെപ്പറേറ്റ് പഠിക്കേണ്ടതാണ്. എന്നാലും നമ്മൾ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കാരണം നമ്മളിവിടെ ഉൾപ്പെടുത്തിയതാണ്. അതായത് 46ഓളം അഡ്വൈസസ് പോയ ഒരു പോസ്റ്റാണ്. നമുക്കറിയാം, ഇപ്പൊ AMB എക്സാം ആണെങ്കിലും കഴിഞ്ഞു പോയ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സാം ആണെങ്കിലും അതിലൊക്കെ ഏറ്റവും വലിയൊരു പ്രത്യേകത വെച്ചാൽ അതിന്റെ വേക്കൻസി ആയിരുന്നു. ഒരുപാട് ബൾക്ക് വേക്കൻസി വരുന്ന പോസ്റ്റുകളായിരുന്നു. അതിന് മുന്നോ അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ഒരു കാലഘട്ടത്തിലോ നമുക്ക് വലിയൊരു പോസ്റ്റ് വരുന്ന എക്സാമുകൾ വളരെ അപൂർവമായിട്ടാണ് വരാൻ പോകുന്നത്. അതിൽ ഒന്നാണ് ഈ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ 46ഓളം അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനി ഏതാണ്ട് ഒരു വർഷത്തോളം അതിന്റെ ലിസ്റ്റിന് കാലാവധിയുമുണ്ട്. അപ്പൊ കുറച്ചുകൂടിയൊക്കെ എല്ലാ അഡ്വൈസ് പോകാനുള്ള സാധ്യതയുണ്ട്. ദെൻ അപ്പൊ അടുത്ത വർഷം ലാസ്റ്റ് ഒടുവൊക്കെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? IEO എന്ന് പറയുന്ന എക്സാമിന്റെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. പക്ഷെ നോട്ടിഫിക്കേഷൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. കാരണം നിലവിൽ PSC കുറച്ചുകൂടെ ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവര് എക്സാം വിളിച്ച് വലിയ താമസമില്ലാതെ നോട്ടിഫിക്കേഷൻ വിളിച്ച് വലിയ താമസമില്ലാതെ തന്നെ എക്സാമുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ IEO എന്ന് പറയുന്ന ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങിയാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ച് നമുക്ക് സമയം കിട്ടണം. കാരണം ഒരു 5 ബ്രാഞ്ചുകളുടെ ടോപ്പിക്കുകൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ബേസിക് മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ കുറച്ച് അധികം ടോപ്പിക്കുകൾ പഠിക്കാനുള്ളതാണ്. അപ്പൊ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ ഒരു പ്രത്യേകത അതിന്റെ കട്ട് ഓഫ് ആണ്. വലിയൊരു കട്ട് ഓഫിലേക്ക് അത് പോയില്ല. നമ്മളിപ്പോ നിലവിൽ കോമ്പറ്റീഷൻ കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഇന്റർ ഡിസിപ്ലിനറി എക്സാം ആയതുകൊണ്ട് തന്നെ വലിയൊരു കട്ട് ഓഫിലേക്ക് അയാൾ പോകാനായിട്ട് സാധ്യത കുറവാണ്. ദെൻ അടുത്ത് നമുക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് ഗ്രേഡ് 1 ഇൻസ്ട്രക്ടർ എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള വളരെ നല്ലൊരു പോസ്റ്റാണ് ഈ ഗ്രേഡ് 1 ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. അതില് ലാസ്റ്റ് 2019 അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത്. എന്ന് പറഞ്ഞാല് നിലവിൽ അതിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. ഈ മാസം തന്നെ അത് നോട്ടിഫിക്കേഷൻ വരും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ദെൻ അതിൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് നോക്കിയാല് 63.67 17 അഡ്വൈസോളം പോയിട്ടുണ്ട്. ഇനി ഈ ഒരു വർഷമൊക്കെ വിളിക്കുന്ന സമയത്ത് ഈ 17 അഡ്വൈസുകൾ പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും ഈ പറയുന്ന എക്സാമിലൊക്കെ കോമൺ ആയിട്ട് പഠിക്കുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന എക്സാമിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റും. അതായത് ഒരു ഒറ്റ എന്താണ് പഠനത്തിലൂടെ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമുകളാണ് ഇവരൊക്കെ. ദെൻ അടുത്ത് നോക്കിയേ, പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ AE. അതില് ഈ പറയുന്ന പോലെ ഓൾറെഡി വന്നാണ് അതിന്റെ 2018 അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നതായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2023 അതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ഉയർന്ന ഒരു കട്ട് ഓഫ് ആയിരുന്നു അന്ന് വന്നത്, 78.67. ജസ്റ്റ് 3 അഡ്വൈസ് ആണ് അതിലേക്ക് പോയിരിക്കുന്നത്. ദെൻ അതുപോലെ മറ്റൊരു പോസ്റ്റാണ് കേരള ആഗ്രോ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്കുള്ള AE പോസ്റ്റ്. അതും 2019 ലിസ്റ്റ് വന്നതാണ്. 4 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. 40.33 അതിന്റെ കട്ട് ഓഫ്. ദെൻ അതുപോലെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലെ AE കുറച്ചുകൂടി നല്ലൊരു പോസ്റ്റാണ്. ഈ പറയുന്ന ആൾക്കാരിൽ കുറച്ചുകൂടി അധികം
എന്താണ് അഡ്വൈസ് ഒക്കെ പോകാൻ സാധ്യത, വേക്കൻസി വൈസ് ആണെങ്കിലും വരാൻ സാധ്യത ഉള്ളതാണ് ഈ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് എ എന്ന് പറയുന്നത്. അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നതും 2019 അപ്പോൾ ഇത്തരം പോസ്റ്റുകൾ നമുക്ക് മുന്നോട്ടുള്ള ഒരു വർഷത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് ഫോക്കസ് ചെയ്ത് ഇത്തരം പോസ്റ്റുകൾ ഇപ്പൊ ഒരുപാട് ഉണ്ടെങ്കിലും ഈ പറയുന്ന ആൾക്കാരെ 1, 2, 3, 4 ഈ 4 പോസ്റ്റുകളെ നമ്മളൊന്ന് കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിട്ട് ഒറ്റ പഠനത്തിലൂടെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമുകളാണ്. അതിൽ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് മാറ്റി നിർത്തേണ്ട വേണമെങ്കിൽ ആഗ്രോ ഇൻഡസ്ട്രീസിലേക്കൂടെ മാറ്റി നിർത്താം. കുറച്ച് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കുകളൊക്കെ സിലബസിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇത്ര ഒരു എക്സാമുകളെ മുൻനിർത്തിക്കൊണ്ട് വിന്യാസ് അക്കാദമിയിൽ ഒരു കോംബോ കോഴ്സ് കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഇനി മുന്നോട്ടുള്ള വർഷങ്ങളിൽ ഏത് എ ലെവൽ എക്സാം വന്നു കഴിഞ്ഞാലും ഏത് ബിടെക് ലെവൽ എക്സാം വന്നു കഴിഞ്ഞാലും അത് ക്രാക്ക് ചെയ്യാൻ പാകത്തിന് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്യണം. ജനുവരി 1 മുതൽ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു കോഴ്സിലൂടെ ഈ പറയുന്ന എക്സാമുകൾക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യാം, നമുക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് വിളിക്കുകയോ ചെയ്യാം. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കപ്പോൾ പറഞ്ഞുതരാം. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡിപ്ലോമക്കാർക്കും ബിടെക്കുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ തൊട്ട് മുന്നേ നമ്മൾ ബിടെക്കാരുടെ മാത്രമാണ് പറഞ്ഞെങ്കിൽ ഇനി ഡിപ്ലോമക്കാർക്കും ബിടെക്കുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് നമ്മൾ ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോ 34ഓളം തസ്തികകളിൽ 34ഓളം പോസ്റ്റുകളിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതുകൊണ്ട് തന്നെ മെക്കാനിക്കലില് അതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കണം, അത് വരാൻ സാധ്യത ഉള്ള ആൾക്കാരാണ് ഫിറ്റർ, ടർണർ, മെഷീനിസ്റ്റ്, MRIC. MRIC എന്ന് വെച്ചാൽ മെക്കാനിക് റിഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ എന്നുള്ളതിന്റെ ഒരു ചുരുക്കപ്പേരാണ്. ദെൻ അതുപോലെ മെക്കാനിക് ഡീസൽ, ഈ പറയുന്ന പോസ്റ്റുകളിലേക്കൊക്കെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. മെക്കാനിക്കലിന്റെ മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ അതിൽ ഫിറ്റർ നിങ്ങൾ നോക്കിയേ, നമ്മൾ സാധാരണ ഇപ്പൊ A ലെവൽ പോസ്റ്റുകളൊക്കെ കൂടുതൽ ഈ പറയുന്ന അഡ്വൈസ് പോകാൻ സാധ്യത ഉള്ള പോസ്റ്റുകളാണ് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റുകൾ. അതായത് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ ആ നിമി ബേസ്ഡ് ആയിട്ടുള്ള ബുക്കിനെ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമുകളാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമുകൾ. ഫിറ്ററിൽ കഴിഞ്ഞ തവണ അഡ്വൈസ് പോയത് 43 ആണ്. ദെൻ ടർണറിൽ 22 അഡ്വൈസ് പോയി. ദെൻ മെഷീനിസ്റ്റില് 28 പോയി. MRICയിൽ 32 പോയി. ദെൻ മെക്കാനിക് ഡീസലിൽ 18 പോയി. അപ്പോൾ അത്യാവശ്യം നല്ല വേക്കൻസീസ് വരുന്ന പോസ്റ്റുകളാണ് ഈ JI പോസ്റ്റുകൾ നമുക്ക് മനസ്സിലാക്കാം. ദെൻ ഇവരുടെയൊക്കെ ഇപ്പൊ ഈ ഫിറ്ററിന്റെ ഒക്കെ കഴിഞ്ഞു. നിങ്ങൾ നോക്കി 2020 ഡിസംബർ 15-നായിരുന്നു അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത്, പബ്ലിഷ് ചെയ്ത്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 2023 ഡിസംബർ 14 ആയപ്പോൾ അതിന്റെ ലിസ്റ്റ് എക്സ്പയർഡ് ആയിട്ടുണ്ട്, കുറച്ചായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ പറയുന്ന ഫിറ്റർ, ടർണർ, മെഷീനിസ്റ്റ്, MRIC, മെക്കാനിക് ഡീസലൊക്കെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഉൾപ്പെട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിലേക്കുള്ള കോച്ചിങ്ങുകൾ നമ്മൾ വിന്യാസ് അക്കാദമിയിൽ തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഉദ്ദേശിച്ചത് ഒരുപാട് എക്സാമ്പിൾ ഇത് മാത്രമല്ല, ഇത് കൂടാതെ മറ്റു പല എക്സാമുകൾ നമുക്ക് ഇനി വരാനുണ്ട്, നോട്ടിഫിക്കേഷനിൽ വരാനുണ്ട്. എന്നാലും ഫോക്കസ് ചെയ്ത് പഠിക്കണ്ടേ, കാരണം എല്ലാ എക്സാമുകളും പഠിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഫോക്കസ് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ ഒറ്റ പഠനത്തിലൂടെ നമുക്ക് ഏതൊക്കെ എക്സാമ്പിൾ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അത് ഇൻസ്ട്രക്ടർ പോസ്റ്റുകൾ അങ്ങനെയല്ല. ഇൻസ്ട്രക്ടർ പോസ്റ്റുകൾ ഫിറ്റർ, ടർണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തായാലും സെപ്പറേറ്റ് നമ്മൾ പഠിക്കണം. പക്ഷെ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ ബിടെക് ലെവൽ പോസ്റ്റുകളുടെ പ്രത്യേകത നിങ്ങൾ ഒറ്റ പഠനത്തിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എക്സാമുകളെ ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കോഴ്സ് സംബന്ധമായ വിവരങ്ങൾക്കോ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള വരാൻ സാധ്യതയുള്ള നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുന്നു. താങ്ക് യു.